ഭക്തജനലക്ഷങ്ങൾ സാക്ഷിയായി അനന്തപുരി യാഗശാലയായി മാറി. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെടുത്ത അഗ്നി പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരടുപ്പിലേക്ക് മേൽശാന്തി തെളിയിച്ചതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി ഭക്തലക്ഷങ്ങളാണ് നഗരവീഥികളിൽ അടുപ്പുകൂട്ടി പൊങ്കാലയർപ്പിച്ചത്. രാവിലെ 9:45 തോറ്റംപാട്ടിന്റെ അകമ്പടിയോടെ പൊങ്കാലയുടെ അടുപ്പുവെട്ട് ചടങ്ങുകൾ ആരംഭിച്ചു. നേരത്തെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ ഇഷ്ടിക നിരത്തി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദിച്ചു. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 7 വരെ ക്ഷേത്ര ദർശനമുണ്ടാകില്ല. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽകുത്ത് ചടങ്ങ് നടക്കും. തുടർന്ന് രാത്രി 10:45 മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. ആറ്റുകാൽ പൊങ്കാലയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് പ്രാദേശിക അവധിയായിരുന്നു. നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടായി. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊങ്കാലയ്ക്കെത്തുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി അധിക ട്രെയിൻ സർവീസുകളും KSRTC പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തി. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി ജില്ലയിലുടനീളം 4000 പോലീസുകാരെയാണ് വിന്യസിച്ചത്. നഗരം 4 സോണുകളായും 13 ഡിവിഷനുകളായും 29 സെക്ടറുകളായും തിരിച്ചാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങളും വിവിധ മേഖലകളിലെ പ്രമുഖരുമടക്കം ഇത്തവണയും പൊങ്കാലയിടാനെത്തിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പൊങ്കാലയിട്ടു. പൊങ്കാലയിടാനെത്തിയതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനും ലോകസമാധാനത്തിനുമായാണ് പൊങ്കാലയിടുന്നതെന്നും അവർ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷിന്റെ വീടിന് മുന്നിലാണ് ദീപാദാസ് മുൻഷി പൊങ്കാലയിട്ടത്. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസും ഒപ്പമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:15 ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധപുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിക്കഴിഞ്ഞപ്പോൾ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും ജ്വലിപ്പിച്ചു. ഇതേസമയം ഭക്തർ തയ്യാറാക്കിയ അടുപ്പുകൾ കത്തിക്കാനുള്ള വിളംബരമായി. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും മുഴങ്ങി. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളെ ജ്വലിപ്പിച്ചതോടെ നഗരം യാഗശാലയായി. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ആറ്റുകാലമ്മ. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് അണിനിരക്കുന്ന ആരാധനാ ചടങ്ങാണിത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി കിള്ളിയാറിന്റെ തീരത്താണ് ആറ്റുകാൽ എന്ന സ്ഥലത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൊങ്കാലയ്ക്ക് 8 ദിവസം മുൻപ് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ 10ാം ദിവസമായ ഉത്രം നാളിലാണ് അവസാനിക്കുന്നത്. പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആചാരമാണ് പൊങ്കാല. ഇതൊരു ആത്മസമർപ്പണമാണ്. പൊങ്കാലയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുമെന്നാണ് പൊങ്കാലയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരത്തെ ദേവിയായ പരമാത്മാവിൽ ലയിപ്പിക്കുക എന്നതാണ് പൊങ്കാലയുടെ സങ്കല്പം. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നാണ് വിശ്വാസം. നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയിൽ സാധാരണയായി വെള്ളച്ചോറ്, വെള്ളപ്പായസം, ശർക്കര പായസം എന്നിവയാണ് ഉണ്ടാക്കുക. നിവേദ്യം തയ്യാറായ ശേഷം തെരളി, മണ്ടപ്പുട്ട് തുടങ്ങിയവയും ഉണ്ടാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.